ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഇവിടെ നമ്മൾ വായിച്ചതാണ്, ഞാൻ മിസ്രയീമ്യരുടെ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും, ആമേൻ, സ്തോത്രം, ആമേൻ, നിങ്ങൾ കണ്ടുവല്ലോ. ദൈവം എങ്ങനെയാണെന്നറിയാൻ വരുത്തിയത്? കഴുകന്മാരുടെ ചിറകിൽ, ആമേൻ, എന്നതുപോലെ ദൈവം തൻ്റെ ജനത്തെ എന്ത് ചെയ്തു? ചിറകിൻ്റെ മേൽ വഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ചിറകിൻ്റെ മേൽ വഹിച്ച് എന്തിനാ കഴുകനെ അവിടെ കർത്താവ് കൊണ്ടുവന്ന്? എന്തിനാ കഴുകനെ കൊണ്ടുവന്നത്? കഴുകൻ്റെ ചിറകെന്ന് പറഞ്ഞാൽ അത്ര ശക്തിയുള്ളതാണ് കഴുകൻ്റെ ചിറക്. നമുക്കറിയാം, ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴുകനാണ്. ആമേൻ. അത്ര ആരോഗ്യമുള്ള ആ ചിറകിന് ഒരു കേടും കൂടത്തില്ല എന്ന്. എത്ര മഴ വന്നാലും എത്ര വെയിൽ വന്നാലും ആ ചിറകിന് ഒരു പ്രശ്നവുമില്ല. അത്ര കരുത്തുള്ള ചിറകിൽ തൻ്റെ ജനത്തെ, ആമേൻ, നോക്കൂ, തൻ്റെ ജനത്തെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദൈവം എപ്പോഴും നമ്മെ വഹിച്ച് നടക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരിക്കലും കഴിവില്ലാത്ത ദൈവമല്ല നമ്മുടെ കർത്താവ്. ആമേൻ. നമ്മളെ വഹിച്ചിരിക്കുന്നത് അത്ര കരുതലോടെയാ. സ്തോത്രം. പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ വഴക്കുകൂടി ദൈവത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ മാറിയിരിക്കും. പ്രാർത്ഥനയിൽ മാറിയിരിക്കും, ഉപവാസത്തിൽ മാറിയിരിക്കും. ഞാൻ ഇനി വചനം വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കും. ഞാൻ ഇനി പള്ളി പോകുന്നില്ല എന്ന് പറഞ്ഞ് എത്ര മണിക്കൂർ, 1-2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ നമ്മൾ മാറിയിരിക്കാറുണ്ട്. ആമേൻ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു സെക്കൻഡ് പോലും ഈ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ദൈവം മാറി നിൽക്കുന്നില്ല. സ്തോത്രം. അത് ദൈവത്തിന് കഴിയുന്നില്ല. കാരണം അത്ര കരുതലോടെയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം സൂക്ഷിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നമ്മെ ദൈവം സൂക്ഷിക്കുന്നത് അത്ര കരുതലോടെയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആവർത്തന പുസ്തകം നമുക്കറിയാം, 1-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെ പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകത്തിനകത്ത്, ആമേൻ, സ്തോത്രം, മോശയിൽ കൂടെ ദൈവം ചെയ്യുന്നത് വളരെ അത്ഭുതങ്ങളാണ്. 1-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെ. എന്നാൽ 13-ാമത്തെ അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെ പഠിക്കുമ്പോൾ അത് ശ്രേഷ്ഠകരമായി ജനത്തെ നടത്തുന്നതും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ കരവും അത് ശക്തമായി ദൈവം ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. എന്നാൽ 16-ാമത്തെ അധ്യായം മുതൽ 29-ാമത്തെ അധ്യായം വരെ പഠിക്കുമ്പോൾ ദൈവം ജനത്തിൻ്റെ നടുവിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രാർത്ഥനകൾ കേട്ട് ഒരു വലിയ നിയോഗത്തോടെ ജനത്തെ ഒരുക്കിയെടുക്കുകയാണ്. സ്തോത്രം. 29-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ആമേൻ. നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്ന വാക്യം കണ്ടായിരുന്നു. മോശ, ആമേൻ, എല്ലാ ഇസ്രായേലിനെയും വിളിച്ചു കൂട്ടി പറഞ്ഞത് എന്തെന്നാൽ, യഹോവ മിസ്രയീം ദേശത്തു വച്ച് നിങ്ങൾ കാണുക, സ്തോത്രം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വ ദേശത്തോടും ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം, ആമേൻ, ജനം കാണുകയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് രാത്രി, ആമേൻ, ദൈവം നമ്മൾ കാണുക, നമ്മുടെ കണ്ണുകൊണ്ട് പലതും, ആമേൻ, ദൈവം വെളിപ്പെടുത്തി തരികയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഇന്ന ദിവസം ഇന്ന സമയത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നമുക്ക് വേണ്ടി ദൈവം ചെയ്തത്, ആമേൻ, ഒളിച്ചും പതുങ്ങിയല്ല ചെയ്തത്, കേട്ടോ. ദൈവം ചെയ്തത്, ആമേൻ, നമ്മൾ കാണത്തക്ക തലത്തിൽ. ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് നടുവിൽ നമ്മൾ കാണത്തക്ക തലത്തിൽ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച വിഷയത്തിൽ നമ്മൾ കാണത്തക്ക തലത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണത്തക്ക തലത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കൂടെ ചെയ്യും. ഇന്ന് രാത്രിയിൽ ദൈവം അതാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മോശ ഒന്ന് അല്പം ഭയന്നു എങ്കിലും, ആമേൻ, സ്തോത്രം, പിന്നത്തേതിൽ മോശ അങ്ങ് ശക്തിപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ടല്ലേ? ചില വാക്കുകൾ കേൾക്കുമ്പോൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ, ചില വേദനകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്ന് അടിപതറാറുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ, ആമേൻ, അതിനകത്ത് ദൈവം നമ്മെ താങ്ങി നിർത്തും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ വായിച്ചോ, അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വദേശത്തോടും. നോക്കിക്കേ, അവൻ്റെ സർവ്വഭൃത്യന്മാരോടും. മോശെ, നിനക്ക് നേരെ മാത്രമല്ല, എൻ്റെ ജനത്തിന് നേരെ നിന്ന, ആമേൻ, അവൻ്റെ സകല ഭൃത്യന്മാരോടും.
ആമേൻ. ഡേറ്റ് സഹിതം സമയം, ഡേറ്റ് കുറിച്ചു വച്ച്, മാസം, ആണ്ട്, തീയതി കുറിച്ചു വച്ച് ദൈവം തിരിച്ചു പണി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നോക്കിയേ, ആമേ, ചെയ്തതൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. ഒന്നുകൂടെ നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത ചെറിയ അത്ഭുതം നിങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്തത് സർവ്വദേശത്തിലും, പ്രൈസ് ദി ലോർഡ്, ഫറവോൻ എവിടെയൊക്കെ സ്ഥാനമാനങ്ങളുണ്ടോ ആ ദേശമൊക്കെയും നിവാസികൾ നോക്കി നിൽക്കേ ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തത് ഇന്ന് രാത്രി നീ ഒന്ന് അറിയണം മോശെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ജനത്തോട് പറയണം, ആമേ, കളിച്ച് നടക്കാതെ എൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കാൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 19 പുറപ്പാട് 19:1 മുതൽ 3 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട് ദൈവം, ആമേൻ, പ്രൈസ്, മാസം, തീയതി, ദിവസം, സമയം പറഞ്ഞുകൊണ്ട് ജനത്തെ, ആമേൻ, ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ? കഴുകൻ്റെ ചിറകിൻ്റെ മീതെ വഹിച്ചതുപോലെ ഇന്ന് രാത്രി ഒന്ന് പറയാമോ, ദൈവം എന്നെ വഹിക്കുന്നത് അത്ര, ആമേ, കരുത്തോടെയാ. പ്രൈസ് ദി ലോർഡ്. നമ്മെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം നമ്മെ കാണുന്നില്ലല്ലോ, നമ്മുടെ പ്രാർത്ഥന വിഷയത്തിന് മറുപടി തരുന്നില്ലല്ലോ. ഇല്ല കേട്ടോ, ആമേ, നമ്മൾ കാണാത്ത തലത്തിൽ ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. വായിച്ചാട്ടെ, ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 32-ാമത്തെ അധ്യായത്തിൻ്റെ 11, 12 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മോശയിൽ കൂടെ കാണുന്നത് വായിച്ചേ. കഴുകൻ തന്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. ദൈവം എപ്പോഴും നമ്മെ നടത്തുന്നത് എങ്ങനെയെന്നറിയാമോ? തനിയെ. സ്തോത്രം. ഹല്ലേലൂയ. കഴുകൻ എത്ര ശക്തി ഉണ്ടെന്നുള്ള കാര്യം ദൈവം തൻ്റെ കരത്തിൽ കൂടെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. നോയിക്കേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയെന്നറിയാമോ? അവിടെ കഴുകൻ തൻ്റെ കൂട് അനക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ മീതെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ പറപ്പിക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിൻ്റെ മേൽ അവനെ വഹിച്ച് യഹോവ തനിയെ അവനെ നടത്തി, അവനോട് കൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല. ദൈവം തന്നെ തെളിയിക്കുക. സ്തോത്രം. ഒരു ദൈവവും നിന്നെ നടത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ നടത്തി. ആമേൻ. വെള്ളമില്ലാത്തടുത്തും, ആമേൻ, വരണ്ട ദേശത്തും, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ദുഷ്ടമൃഗങ്ങളുള്ള സ്ഥലത്തും, ആമേൻ, ഏത് മാറയിലും ഞാൻ ശക്തമായി നടത്തിയെങ്കിൽ ഇന്ന് രാത്രിയിലും സ്വർഗം പറയുന്നു, ആമേൻ, തൻ്റെ ചിറകിൻ്റെ മേൽ വഹിച്ചതുപോലെ 2026 ജൂൺ മാസം 14-ാം തീയതി രാത്രി പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനകത്ത് ആരോടൊക്കെയോ ദൂത് പറയുന്നു. ആമേൻ. സ്തോത്രം. ആരോടൊക്കെയോ ആലോചന പറയുന്നു. നിന്നെയും എന്നെയും തനിയെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ എന്നെയും തനിയെ നടത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം എത്ര കരുത്തുള്ള ദൈവം എന്നറിയാമോ? ഇന്ന് രാത്രി ആ ദൈവത്തെക്കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. തനിയെ പലപ്പോഴും നമ്മെ നടത്തിക്കളയും, അല്ലെങ്കിൽ നമ്മെ തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ ചിന്തിക്കണം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തെളിയിച്ചു. പല കാര്യത്തിലും ദൈവം തെളിയിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ തെളിയിച്ചെന്നറിയാമോ? ദൈവം എങ്ങനെ തെളിയിച്ചെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് മോശയോട് പറയാം, മോശേ, കഴുകൻ തൻ്റെ, ഒരു കഴുകൻ തൻ്റെ തൂവൽ, തൻ്റെ ചിറക്. ഇന്ന് രാത്രി ആ ചിറകിൻ്റെ ആ പവർ കണ്ടോ? സ്തോത്രം. ഒരു ഉപമ അവിടെ കൊടുത്തേക്കുന്നെങ്കിൽ സ്വർഗം തൻ്റെ ചുമരിൽ വഹിച്ചുകൊണ്ട് എന്നെയും നിറത്തിയ വിധങ്ങൾ എത്ര തണുപ്പുള്ള സ്ഥലത്തും, എത്ര ഘോരമായ ഇരുട്ടുള്ള സ്ഥലത്തും, എത്ര വനാന്തരങ്ങളിലും നമ്മൾ അകപ്പെട്ടപ്പോഴും അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരുതൽ നമ്മെ തേടി വന്നെങ്കിൽ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം ദൂത് പറയുന്നു, നിന്നെ നടത്തുവാൻ ദൈവം ഇന്ന് രാത്രി സർവശക്തനാണ്. ഹല്ലേലൂയ. അവൻ സർവജ്ഞാനിയുള്ള ദൈവമാണ്. ഈ ദൈവം ഇന്ന് രാത്രി പ്രായം വിഷയമല്ല, പക്വത വിഷയമല്ല, വിവരം വിഷയമല്ല, പാണ്ഡിത്യം വിഷയമല്ല. കർത്താവിന് ഹൃദയം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മെ ചുമക്കാൻ അവർ റെഡിയായി നിൽക്കുകയാണ്. സ്തോത്രം.
ഹല്ലേലൂയ. അവൻ റെഡിയായി നിൽക്കുക. സ്തോത്രം. എത്രയോ പ്രാവശ്യം ശത്രു പെട്ടിയും വാണിയുമായിട്ട് നമ്മുടെ കുടുംബത്തിനകത്ത് കയറി വന്നെന്നറിയാമോ? അവൻ പലവട്ടം നമ്മെ തകർത്ത് കളയാൻ പെട്ടിക്കകത്ത് ആണിയടിച്ച് ഉറപ്പിക്കാൻ എന്ന് പറഞ്ഞ് വന്നപ്പോഴും അതിനകത്ത് ഒരുത്തൻ ഇടപെട്ടു. അവൻ്റെ പേരാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഹല്ലേലൂയ, പ്രായവ്യത്യാസമില്ലാതെ തകർത്ത് കളയാനും ഉടച്ചു കളയാനും അവൻ പല പദ്ധതികളും ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. കഴുകൻ തൻ്റെ കൂടനക്കി ആമേ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിൻ്റെ മേൽ വഹിച്ച് ഹല്ലേലൂയ യഹോവ അവനെ തനിയെ ആമേ നടത്തി. ഇന്ന് രാത്രി നടത്താൻ ദൈവം ശക്തനാ കേട്ടോ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെ ഇതൊന്ന് തരണം ചെയ്യും, അല്ലേ? എങ്ങനെ ഈ ഒരു ഘട്ടം തരണം ചെയ്ത് മുമ്പിലോട്ട് പോകും? പക്ഷെ ഇന്ന് കർത്താവ് പറയുക, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ നിന്നാൽ നിന്നെ ഞാൻ മാനിക്കും ഇന്ന് രാത്രി. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് നിന്ന് കൊടുത്താൽ, കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ രാത്രി നമ്മെ നിർത്തുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. എന്നാൽ നോക്കൂ, ആമേൻ സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ്, ഞാൻ മിസ്രയീമ്യരുടെ ചെയ്തതും നിങ്ങൾ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേ കഴുകന്മാരുടെ ചിറകിൻ്റെ മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെയാ വരുത്തിയത്? കഴുകന്മാരുടെ ചിറകിൻ്റെ മേൽ വഹിച്ചാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അവരെ വരുത്തിയത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ആമേൻ സ്തോത്രം, വലിയ വാഹനത്തിലേക്കാണ് ജനത്തെ നടത്തിയത്. ഇല്ലില്ല, അവരെല്ലാം കാൽനടയായി. ആമേൻ സ്തോത്രം. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് അവർ മണിക്കൂറുകൾ താണ്ടി പല സ്തോത്ര സ്ഥലങ്ങളിൽ കൂടെ, വനാന്തരങ്ങളിൽ കൂടെ, പാറക്കിടയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്തു ജനം ദൈവത്തിൻ്റെ പർവ്വതമായ സീനായിലേക്ക് എത്തി. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, ആ സീനായി പർവ്വതത്തിലേക്ക് നിൽക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. ആമേൻ സ്തോത്രം. ആ ജനം ആ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ മോശ ദൈവത്തിൻ്റെ നടുവിൽ നിൽക്കുകയാ. ഇന്ന് രാത്രി ദൈവപൈതലേ, അന്ന് ദൈവത്തിൻ്റെ ശബ്ദം മോശ മുഖാന്തരമാണ് ജനം കേൾക്കുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡയറക്റ്റായിട്ട്, സ്തോത്രം, ഒരു പ്രവാചകന്റെയും ആവശ്യമില്ലാതെ, ഒരു പുരോഹിതന്റെയും ആവശ്യമില്ലാതെ, ഏത് സമയത്ത് മുഴങ്കാൽ മടക്കിയാലും അതിനകത്തിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ അത്യന്ത ശക്തി ഉണ്ടല്ലോ. അതാണ് ഇവിടെ നമ്മൾ വായിച്ച യെശയ്യാവിൻ്റെ പുസ്തകം 63-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പുസ്തകം 63-ാമത്തെ അധ്യായം, ആമേൻ, 63-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ആ 63-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂത് പ്രവാചകൻ വിളിച്ചു പറയുക. ഭയങ്കര ഒരു ദൂതാണ്. ആ ദൂത് ഒന്ന് വായിച്ച് ആ ദൂതിലേക്ക് ഒന്ന് വന്നാട്ടെ. 9-ാമത്തെ വാക്യം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ആമേൻ. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ എന്ത് ചെയ്തു? ചുമന്നുകൊണ്ട് നടന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 5 ദിവസം കിടക്കുമ്പോൾ അറിയാം നമ്മെ ആര് നോക്കുന്നു എന്ന്. ഇന്ന് ചോരയും നീരും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവർക്കും കാണും. ഒരു 5 ദിവസം കിടന്നു നോക്കിയേ, ഒരാൾ പോലും കാണത്തില്ല ദൈവമല്ലാതെ. സ്തോത്രം. അനുഭവത്തോടു കൂടെയാ പറയുന്നത്. സ്തോത്രം. നമ്മളെ കയ്യിൽ നന്മ ഉണ്ടായിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാകും. അതില്ലാതിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, എൻ്റെ അമ്മ മരിക്കുന്നതിന് തൊട്ട് മുൻപ് സ്തോത്രം സഹോദരങ്ങളെല്ലാം വന്ന് നോക്കിയത് അവരെ റെങ്കിപ്പെട്ടിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോന്നാ. സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് ആൾക്കാർ നോക്കുന്ന എവിടെയെന്നറിയാമോ? എന്താ നോക്കുന്നത്? വായ്ക്കകത്ത് സ്വർണ്ണ പല്ലൂലിരിപ്പുണ്ടോ? ആമേൻ. എന്തിനെന്നറിയാമോ? മരിക്കുന്നുമ്പോ മരിച്ചു കഴിഞ്ഞാൽ ഓട ഇളക്കിയെടുക്കുക. ആമേൻ. നോയിക്കേ. എന്നാൽ ദൈവം എങ്ങനെ നടത്തിയെന്നറിയാം? പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. പ്രൈസ് ദി ലോർഡ്.
ആമേ. സങ്കീർത്തനം പറയുന്നു, തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളെ തോളിലേറ്റിയും നടന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി മറന്നു പോകരുത്. എല്ലാവരും നമ്മെ മാറിപ്പോയപ്പോഴും നമ്മെ ചുമന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മാറിപ്പോയപ്പോൾ നമ്മെ ചുമന്നുകൊണ്ട് നടന്നൊരു ദൈവമുണ്ട്. നടത്തിയല്ല കൊണ്ടുപോയത്, ചുമന്നുകൊണ്ടാ പോയത്. ആ ദൈവത്തെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തോ, മുറുകെ പിടിച്ചോ. നടത്താനും പുലർത്താനും കഷ്ടതയിലും കണ്ണുനീരിലും എല്ലാവരും വിട്ടുപോകുമ്പോഴും ആമേൻ നമ്മുടെ നടുവിൽ വന്ന് നിന്ന് ഞാൻ കൂടെ ഉണ്ടെന്ന് പറയാൻ ഒരു ദൈവം നമുക്കുണ്ട്. ദൈവ പൈതലേ, എല്ലാവരും മാറിപ്പോകുമ്പോഴും പറയുന്നു, ഇല്ല, ഞാൻ നിന്റെ കൂടെ ഇന്ന് രാത്രി ഉണ്ട്. ഇത്ര അനുഗ്രഹത്തോടെ പറയുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. പിന്നെ എന്തിനാ നാം പേടിച്ചു പോകുന്നേ? ഹല്ലേലൂയ. ചിലർ പറയും, ജീവിക്കുന്നത് കാണട്ടെ. എന്താ കാണാതിരിക്കുന്നത്? കർത്താവ് പറയുക, ഞാൻ നിന്നെ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. എല്ലാ നാളും എന്ന് പറയുമ്പോൾ നിന്റെ ആരോഗ്യത്തിലും നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴും നീ രോഗിയാകുമ്പോഴും നീ ഏത് തലത്തിലായിരുന്നാലും നിന്നെ ചുമന്നുകൊണ്ട് നടക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ടെന്നാണ് ദൈവം പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, അവിടെ നമ്മൾ വായിക്കുന്ന 10-ാമത്തെ വാക്യം പറയും, എന്നാൽ അവർ പ്രൈസ് ദി ലോർഡ് മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. സ്തോത്രം. ദൈവമക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തോട് മത്സരിക്കാൻ പാടില്ല. കണ്ടോ, അവിടെ എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. പലപ്പോഴും ദൈവം ചുമന്ന ജനം ദൈവത്തിന് വിരോധമായി നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവം ചുമന്ന ജനം, ഹല്ലേലൂയ, പറയാതെ പോകാൻ വയ്യ. ദൈവം ചുമക്കുക ജനത്തെ. പക്ഷേ ആ ജനം തന്നെ, സ്തോത്രം, ദൈവത്തിന് വിരോധമായി നിൽക്കുമ്പോൾ ഏത് ദൈവമാണോ ചുമന്നത് ആ ദൈവം അവർക്ക് വിരോധമായി തീർന്നു. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവിന് വിരോധമായി നമ്മുടെ നാവുകൾ ചലിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ഞാനും നിങ്ങളും ഇന്ന് രാത്രി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറയുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരു യോദ്ധാവായി, ഒരു ദൈവത്തിൻ്റെ ഒരു ആമേൻ വലിയ ഒരു ആമേൻ സംരക്ഷണമായി നമ്മുടെ നടുവിൽ കർത്താവ് എണീറ്റ് നിൽക്കുകയാണ്. ദൈവകുഞ്ഞെ, ഈ രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് വേണ്ടി സംസാരിപ്പാനും ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി, സ്തോത്രം, ആരെല്ലാം എന്തൊക്കെ പറയട്ടെ, പക്ഷേ ദൈവം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി ചില വാതിലുകൾ തനിക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. പുരാതന കാലത്തൊക്കെയും അവരെ വീണ്ടെടുത്തത് എവിടെയെന്നറിയാമോ? അവൻ അവരെ വീണ്ടെടുത്തത് പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വാക്കാത്. ദൈവം നമ്മെ ചുമന്നുകൊണ്ട് നടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസമാണോ? പ്രൈസ്. 2 ദിവസമാണോ? 3 ദിവസമാണോ? ഹല്ലേലൂയ. അതിനകത്ത് പ്രായമുള്ളവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ആമേൻ, നല്ല ആരോഗ്യമുള്ളവരുണ്ട്, നല്ല പവറുള്ളവരുണ്ട്, നല്ല മസിൽ പവറുള്ളവരുണ്ട്. എല്ലാവരെ ചുമന്നുകൊണ്ട് ദൈവം നടന്നു. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരു മാതാവിന് എത്ര ദൂരം നടക്കാൻ പറ്റും? ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് എത്ര ദൂരം നടക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, കഴുകൻ തൻ്റെ ചിറകിൻ്റെ മറവിൽ തൻ്റെ ജനത്തെ ചുമക്കുന്നത് പോലെ ഇന്ന് രാത്രി നമ്മെ ചുമക്കാൻ, നമ്മെ ഏറ്റെടുക്കാൻ, നമ്മെ ദത്തെടുക്കാൻ ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത് ഇങ്ങനെ എഴുതുന്നു. 12-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, അപ്പോസ്തലനായ യോഹന്നാൻ, സ്തോത്രം, താൻ കിടന്നുകൊണ്ട് കാണുന്നൊരു വെളിപ്പാട് തൻ്റെ സ്തോത്രം തൂലിക അതിലേക്ക് ചലിപ്പിക്കുകയാണ്. എല്ലാം കണ്ടതെല്ലാം താൻ എഴുതി വെച്ചു. സ്തോത്രം. അത് ചെറിയ നിസ്സാരമായ കാഴ്ചപ്പാടൊന്നുമല്ല കേട്ടോ, വലിയ വെളിപ്പാടുകളാണ് കാണുന്നത്. ഇന്ന് രാത്രി കണ്ട വെളിപ്പാടുകളെല്ലാം എഴുതി പിടിപ്പിച്ചു. വായിച്ചേ 12-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു.
അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. എന്തെന്നറിയാമോ? അവളെ പോറ്റി രക്ഷിച്ചു. അവിടെ അവളെ സർപ്പങ്ങളോട്, പ്രൈസ് ദി ലോർഡ്, സർപ്പത്തോട് അകലെ ആമേ ഒരു കാലവും ഇരുകാലവും അകലവും പോറ്റി രക്ഷിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാലം എന്ന് പറയും, ഒരു കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വർഷം. രണ്ട് കാലം, 2 വർഷം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. എല്ലാവരും മാറി ചെല്ലുമ്പോഴും ആമേൻ മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് ഒരു ആമേൻ വ്യക്തിയും കടന്നു വരാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം, ഒന്നുകൂടെ നമ്മൾ നോക്കുമ്പോൾ 13-ാം വാക്യം പറയുന്നു, തന്നെ മരുഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, തന്നെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. പെൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയല്ല, പിന്നെ ആരാ? ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു തുടങ്ങി. സ്തോത്രം, നമുക്കറിയാം, ആമേൻ, സ്തോത്രം, പ്രസവിക്കുന്നതിന് മുൻപ് കൽപ്പന പുറപ്പെട്ട 2 വ്യക്തികൾ, ഒന്ന് മോശ, 2 കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഈ 2 പേരുടെയും ജനനത്തിങ്കൽ വന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീക്ക് വരുന്ന ഉപദ്രവങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് വായിക്കുന്നത് ഉപദ്രവിച്ചു തുടങ്ങി. എന്നേ തുടങ്ങിയതാ? പ്രൈസ് ദി ലോർഡ്. ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. 129-ാം സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ എപ്പോൾ തുടങ്ങിയെന്നറിയാമോ? പറ, ബാല്യം മുതൽ. സ്തോത്രം, ഹല്ലേലൂയ. ഉപദ്രവം തീർന്നോ? ബാല്യം മുതൽ പലപ്പോഴും അവരെന്നെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. അടുത്ത് പറയുന്നത്, എങ്കിലും അവരെന്ത് ചെയ്തില്ല? എന്നെ ജയിച്ചില്ല. ഇന്ന് രാത്രി നിന്നെ ആമേൻ ഞെരുക്കി ഈ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്ത് അപവാദത്തിനകത്തേക്ക് കയറ്റിവിട്ട് ആമേ ഈ വിശ്വാസത്തിൽ നിന്ന് വലിച്ചു പുറത്തിറക്കാൻ ശത്രു വലിയ പരിശ്രമങ്ങൾ ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇല്ല, അതിനകത്ത് അവൾ ഉപദ്രവിച്ച അല്ലെങ്കിൽ അവ ഉപദ്രവിക്കാൻ നോക്കിയ സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, അതിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, എത്രത്തോളം ഉപദ്രവങ്ങൾ നിനക്കെതിരെ അഴിച്ചുവിട്ടാലും ദൈവം ഇന്ന് രാത്രി അതിന് വിരാമം കുറിക്കുന്ന രാത്രിയാ. കാരണം നിന്റെ പ്രാർത്ഥനയുടെ ബലമാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചു നോയിക്കേ, ആരാധിച്ചു നോയിക്കേ, ഉപദ്രവം കുറയത്തില്ല. സ്തോത്രം. ഉപദ്രവം കൂടും, പക്ഷേ അതിനകത്ത് നിൽക്കാനൊരു ജയത്തിൻ്റെ കൊടിയുണ്ടല്ലോ, സ്വർഗം ഇന്ന് രാത്രി തരും. ആമേൻ. ആൺകുട്ടിയെ പ്രസവിച്ച തലമുറകൾ ആമേൻ വളരുന്നതിന് മുൻപ് ആ മാതാവിനെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ശത്രു ഉണ്ടല്ലോ, ആൺകുട്ടിയെ ഏത് മാതാവാണോ പ്രസവിച്ചത് അന്ന് മുതൽ ബുദ്ധിമുട്ടുണ്ടായെന്ന്, ആമേൻ, ഉപദ്രവം തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് രാത്രിയിലും ദൈവം പറയുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് ദൂതായി വിളിച്ചു പറയുന്നു, ആൺമക്കളുള്ള ആമേൻ മാതാപിതാക്കളെ ഇന്ന് രാത്രി സൂക്ഷിക്കൂ. തലമുറയ്ക്ക് നേരെയല്ല, മാതാപിതാക്കൾക്ക് നേരെ ഉപദ്രവങ്ങൾ തുടങ്ങിയിരിക്കുക. ഒന്നു മാറി ഉപദ്രവങ്ങൾ തലമുറയിൽ കൂടെ തുടങ്ങി. ഉപദ്രവങ്ങളുടെ ഒരു കലവറ ശത്രു അഴിച്ചുവിട്ടു. എന്തെന്നറിയാമോ? നാളെ ഇവനൊരു ഭാവിയുണ്ട്. നാളെ ഇവൻ ആമൻ വളർന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ തലയെ അവൻ തകർക്കും. അത് ശത്രുവിനറിയാം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ വചനം പറയുന്നത്, മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇന്ന് രാത്രി കഴുകൻ തൻ്റെ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ ദൈവം നമ്മെ വഹിച്ചുകൊണ്ട് പറക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഇന്ന് രാത്രിയിലും. ഹല്ലേലൂയ. ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നമ്മെ ചുമക്കാതെ വലിച്ച്, ചില സ്കൂളിലൊക്കെ പോകുമ്പോൾ അവൻ നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേ, മാതാപിതാക്കൾ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ചില കുഞ്ഞുങ്ങൾ വാശി പിടിക്കുക. സ്കൂളിലെത്തുമ്പോൾ അവർ വലിച്ചഴച്ചോണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നോക്കുമ്പോൾ ആമേ, സ്തോത്രം, അവരെ വായിന്ന് വരുന്ന വാക്കടാ, ബെല്ലടിച്ചടാ, അടി ബെല്ലടിച്ചടി, ബെല്ലടിച്ചു, ആമേ, സ്തോത്രം, ആമേ, പ്രയർ തീർന്നു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വലിച്ചു ഇഴച്ചോണ്ട് പോകുന്ന കാണാം. സ്തോത്രം.
ആമേൻ. ഒരു കുട്ടിയല്ല, ഒരു മാതാവിൻ്റെ കയ്യിൽ ഒരു കയ്യേ ഉള്ളുവെങ്കിലും അതിൻ്റെ പിന്നിൽ 3-4 കൈകളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ചങ്ങല പോലെ കിടക്കുക. ഇതിനെ വലിച്ചഴച്ചുകൊണ്ട് കോമ്പൗണ്ടിനകത്ത് കയറ്റാൻ പെടുന്ന പാട് ഇന്നും നടക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ വലിച്ചഴച്ചുകൊണ്ട് പോകും. നമ്മൾ വിചാരിക്കുക കഷ്ടം തന്നെ, മാതാവിന് കണ്ണിച്ചോരയില്ലല്ലോ, ആ പിതാവ് എന്താ ഇങ്ങനെ. അല്ല, ആമേൻ. അവരെങ്ങനെയെങ്കിലും ഇതിനെ വലിച്ചഴച്ച കോമ്പൗണ്ടിനകത്തിട്ട് ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാടത്തില്ലല്ലോ വെളിയിൽ. അതിനെ വിരോധമായി നിൽക്കുന്ന ശക്തികൾ ഇന്ന് രാത്രിയിൽ ദൈവകുഞ്ഞെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്ക്. തലമുറയോട് പോരാടി നിൽക്കുന്ന ചില ഉപദ്രവങ്ങൾ ഇന്ന് രാത്രി മാറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ചില പ്രതികൂലങ്ങൾ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ആമേൻ നിന്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലമുറയെ വിട്ട് മാറുന്ന രാത്രിയായി ഇന്ന് രാത്രി. ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ തലമുറയോടോ ആമേൻ പൊരുതി നിൽക്കുന്ന ചില ശാപത്തിൻ്റെ കെട്ടുകൾ, ചില രോഗത്തിൻ്റെ വെല്ലുവിളികൾ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ ദിവസവും തലമുറയ്ക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഇന്ന് രാത്രി ദൈവവചനം പറയുന്നു, അതിനകത്ത് ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവ പൈതലേ. ആമേൻ. ആൺ തലമുറയുള്ള ആൺകുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയോട് ഉപദ്രവിച്ച് തുടങ്ങിയിരിക്കുക. ചിലത് തുടക്കമിടുക പിശാച്. ഇന്ന് രാത്രിയിൽ ആ കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അടുത്തൊരു വാക്യത്തിലേക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, 1 മുതൽ 8 വരെയുള്ള അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ ശക്തമേറിയ ദൈവത്തിൻ്റെ ആലോചനയാണ്. ആവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ അതിനകത്ത് ആമേൻ സ്തോത്രം മോശ പറയുന്ന ചില ദൂതുകൾ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ 4 പുസ്തകത്തിലും ഇല്ലാത്ത ദൂതുകൾ ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 17-ലും ആമേൻ സ്തോത്രം തുടങ്ങി 2-ാം അധ്യായത്തിലും ആമേൻ 3-ാമത്തെ അധ്യായത്തിലും ആമേൻ 4-ാമത്തെ അധ്യായത്തിൽ മാറി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി മാറുകയാണ്. 5-ൽ വരുമ്പോൾ പിന്നെ നോക്കുമ്പോൾ 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മാറുകയാണ്. ജനത്തിന് ദൈവം മര്യാദ പഠിപ്പിക്കുക. സ്തോത്രം. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, ഏത് രീതിയിൽ ദൈവത്തെ സ്തുതിക്കണം എന്നുള്ള തലത്തിലൊക്കെ ദൈവം ജനത്തെ ഒന്ന് ഒരുക്കുന്ന അധ്യായങ്ങളാണ്. നോക്കിക്കേ, 5-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിലേക്ക് വരുന്നു. വായിച്ചാട്ടെ. നമ്മുടെ ദൈവമായ യഹോവ ഹോറബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. എങ്ങനെയാണ് അഭിമുഖമായി, മുഖാമുഖമായി? എവിടെ നിന്നെന്നറിയാമോ? ഈ ആമേൻ സ്തോത്രം. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ഇവിടെ ആമേൻ സ്തോത്രം ജീവനോട് ഇരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. വേറെ ആരോടുമല്ല, നമ്മോട് തന്നെ. അവിടെ ഉറപ്പിച്ചു പറയും. എവിടെ? നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒരു നിയമം. പ്രൈസ് ദി ലോർഡ്. ആ നിയമത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി 2-3 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ജനത്തോട് ഇടപെടുന്ന ദൂതുകൾ, പ്രൈസ് ദി ലോർഡ്, ആലോചനകൾ. എത്രയോ വട്ടം ദൈവം നമ്മോട് ഡയറക്റ്റായി സംസാരിച്ചു അല്ലേ? എത്രയോ വട്ടം ദൈവം നമ്മോട് ആമേൻ സ്തോത്രം നമ്മുടെ ഭവനത്തിനകത്ത് ദൂതന്മാരെ ഇറക്കി, ദൈവദാസന്മാരെ ഇറക്കി സംസാരിച്ചു അല്ലേ? നമ്മുടെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ ദൈവം ഇറക്കിയില്ലേ? നമ്മോട് ഇടപെട്ടില്ലേ? സ്തോത്രം. നമ്മുടെ കുടുംബത്തോട് ഇടപെട്ടില്ലേ? അതോ നോക്കിക്കേ, നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വച്ച്, ഹല്ലേലൂയ, എവിടെ വച്ച് ആമേൻ ദൈവം സംസാരിച്ചു എന്നും എങ്ങനെ സംസാരിച്ചു എന്നും ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശയിൽ കൂടെ എങ്ങനെ ഇസ്രായേലിനത്തോട് പറഞ്ഞു എന്നും കൃത്യമായിട്ട് ദൈവം ആമേൻ സ്തോത്രം ജനത്തോട് അറിയിക്കുക. ഓക്കെ, നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല. കണ്ടോ? ആരോടല്ല? നമ്മുടെ അപ്പന്മാരോട് പറഞ്ഞ നിയമമല്ല ഇത്. സ്തോത്രം. അവിടെ നോക്കിക്കേ, നമ്മോട് ഇന്ന് ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ. കണ്ടോ? ഉറപ്പിച്ചു പറ. ആ വാക്യം നിങ്ങൾ കുറിച്ച് വെച്ചോ. അല്ല, പിതാക്കന്മാരോട് പറഞ്ഞതല്ല കേട്ടോ, മാതാക്കന്മാരോട് പറഞ്ഞ ദൂതല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മോട് തന്നെ.
ഹല്ലേലൂയ. രാജി സിസ്റ്ററെ, ഇത് വേറെ ആരോടും പറഞ്ഞ ദൂതല്ല കേട്ടോ, നമ്മോട് തന്നെ, നമ്മുടെ കുടുംബത്തോട് പറഞ്ഞ ദൂതാ. ഹല്ലേലൂയ. ആമേൻ. നാളുകൾക്ക് മുമ്പേ കിടന്ന ദൂതുകൾ കിടപ്പുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മോട് പറഞ്ഞതാ. ആ ദൂത് ഈ കാലത്തിൽ നിറവേറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്തദാസിയെ സ്തോത്രം. ആമേൻ. ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കട്ടെ, ഏൽപ്പിച്ചു കൊടു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പറയുക, എന്നെ വിളിച്ചില്ലല്ലോ, എൻ്റെ പിതാവിനോടല്ലേ പറഞ്ഞേ, എൻ്റെ മാതാവിനോടല്ലേ പറഞ്ഞേ? ഇല്ല, നിങ്ങളോട് പറഞ്ഞ ദൂതാ, നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞ ദൂതാ, നിങ്ങളുടെ തലമുറയോട് പറഞ്ഞ ദൂതാ. ഹല്ലേലൂയ. അവിടെ അങ്ങനെ പറഞ്ഞത്, ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മോട് ഒക്കെയും തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. മരിച്ചുപോയ പിതാക്കന്മാരോട് പറഞ്ഞ ദൂതല്ല ഇത്, നമ്മോട് ഈ തലമുറയോട് നോക്കി പറഞ്ഞതാ. ഈ തലമുറ എങ്ങനെ പോകണമെന്ന് നോക്കി പറഞ്ഞതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തോട് അവിശുദ്ധം പറയാറുണ്ട്, ദൈവമേ എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഹല്ലേലൂയ. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഈ വർഷത്തിൽ ദൈവത്തിന് ചിലത് കുടുംബത്തിൽ ചെയ്യാറുണ്ട്. അവിശുദ്ധത്തെ സ്തോത്രം. ദൈവത്തിന് ചിലത് ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. ശബരബരഗതുനി. ഹല്ലേലൂയ. 8-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച്. 8-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം കൂടെ വായിച്ച്. അതിനകത്ത് ആമേൻ സ്തോത്രം, ദൈവം ചില വിടുതലുകളും ദൈവം ചില സ്വസ്ഥതകളും വരുത്തുന്നത് കാണാൻ കഴിയുന്നു. 8-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താ വരുന്നത് വായിച്ചേ. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നുപോയോ അഭിഷേ? മറന്നു പോയോ? നിങ്ങളുടെ ദൈവാത്മാവ് സംസാരിക്കുന്ന മറന്നുപോയോ? ഇല്ല അല്ലേ? എവിടെന്നാ കൊണ്ടുവന്നറിയാമോ? എവിടെന്നാ? അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീങ്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും. എവിടെന്നാ? പ്രതീക്ഷയില്ലാത്ത പാറ. യെസ്, പ്രതീക്ഷയില്ലാത്തടത്തുനിന്ന് ദൈവം ചിലത് പ്രവർത്തിച്ചിരിക്കുന്നു. കുടുംബത്തിനകത്ത് തലമുറയിൽ പ്രതീക്ഷയില്ലാത്ത ഭാഗത്തു നിന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷയില്ലാത്ത ഭാഗത്തും ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഒരു കാര്യമുണ്ട്, മറന്നു പോകരുത്. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിന്നെ നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാരുടെ അറിയാത്ത മന്ന സ്തോത്രം പോഷിപ്പിക്കുകയും ചെയ്ത് നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരിക്കൽ അബ്രഹാമിനോട് ചോദിച്ചു, അബ്രഹാമേ നീ എന്നെ മറന്നോ? അബ്രഹാം പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല, നീ എന്നെ മറന്നിരിക്കുക. എപ്പോഴാ? നിനക്ക് തലമുറ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി നീ എപ്പോഴും അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, കർത്താവ് ബുദ്ധി അബ്രഹാമിൻ്റെ ബുദ്ധിയല്ല കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ തലയല്ല കർത്താവിന്. അബ്രഹാമിന് ആഴത്തിലൊന്ന് പരിശോധിച്ചു. ഒരു കാര്യം ചെയ്തേ, നിന്റെ ഏകജാതനായ നിന്റെ മകനെ കൊണ്ട് നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കാൻ പോണം. യാഗം. അബ്രഹാമിൻ്റെ മനസ്സ് പിടഞ്ഞു. എങ്കിലും അബ്രഹാം എന്താ പറഞ്ഞറിയാമോ? ദൈവം തന്നെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ നീ തന്നതാ എല്ലാം. പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. തലമുറയെ നോക്കി, ദൈവമേ ഇത് നീ തന്നതാ. സ്തോത്രം. ഭർത്താവിനെ നോക്കി പറയണം, കർത്താവ് ഇത് നീ തന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. നന്മയെ കാണുമ്പോൾ കർത്താവ് ഇത് നീ തന്നതാ. സ്തോത്രം. ആമേൻ. കർത്താവ് നമുക്ക് എത്ര വർഷമാണോ നമുക്ക് ദൈവം ചിലത് തരുന്നത്, അത്രയും വർഷം ആമേൻ പ്രൈസ് ദി ലോർഡ് ദൈവം അത് വളരെ ശക്തമായി നമുക്ക് തരും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് 1-2 ദിവസമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം കൊടുക്കുന്ന
നോക്കുന്ന സമയത്തല്ല. ആമേ സ്തോത്രം. പിന്നെയും പിന്നെയും ദൈവം നമ്മെ ഒന്ന് നോക്കും. എന്നെ നീ ആരാധിക്കുന്നുണ്ടോ? എന്നെ നീ ആമേ സ്തോത്രം മുറുകെ പിടിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി രാജസിസ്റ്ററെ വളരെ പ്രാർത്ഥിക്കണം. ആമേ സ്തോത്രം. ആരാധനയുണ്ട്, പാട്ടുണ്ട്, സംഗീതമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ എവിടെയോ ചെറിയ ഒരു അകഴ്ച വന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ച് കയറിക്കൊള്ളണം, പ്രാർത്ഥിച്ച് കയറിക്കൊള്ളണം. ആമേ സ്തോത്രം. എവിടെയൊക്കെയോ ചെറിയൊരു അകഴ്ച വന്നിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അടുത്തോളണം. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നത്. ദൈവമേ, ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാ ഞാൻ ആമേ മാറിപ്പോയത്? ഏത് ഭാഗത്താ ഞാൻ മാറിപ്പോയത്? ഇന്ന് രാത്രി മാറിപ്പോയ ഭാഗങ്ങൾ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. നോയിക്കേ, ഇവിടെ നമ്മൾ വായിച്ചു വന്ന വാക്യം ഇതാണ്. ആമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ. ആമേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 78:15 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് സംഗീതപ്രമാണിയായിരിക്കുന്ന ദാവീദിന് ആമേൻ ദൈവം കൊടുത്തൊരു വെളിപ്പാട്. ഒന്ന് വായിച്ചേ. 78 15 വാക്യവും 114 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ആദ്യം വായിക്ക്. ആമേ സ്തോത്രം. 78:15. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. എന്ത് ചെയ്തു? മരുഭൂമിയിൽ എന്ന പോലെ, മരുഭൂമിയിൽ എന്ന പോലെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയിൽ കൂടെ ദൈവം ചെയ്തെങ്കിൽ ദാവീദിൽ കൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുക. സ്തോത്രം. എങ്ങനെയാണെന്നറിയാമോ ചെയ്യുന്നത്? ദൈവത്തിന് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒന്ന് ചെറുതൊന്നുമല്ല, വലിയ കാര്യങ്ങളാണ്. ചില മരുഭൂമി കാണുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ പേടിച്ചു. സ്തോത്രം. ആമേൻ. എന്നാൽ ആമേൻ, നമ്മുടെ തങ്കമാൻറ്റിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രി തങ്കമാൻറ്റിയുടെ ഹസ്ബൻഡിനോട്, പ്രിയ സാറിനോട് ഒരു ദൂത് പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൂത് ഇന്ന് രാത്രി. ആമേ അച്ഛാ, നിങ്ങൾ നോക്കി പറയുക കേട്ടോ. ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം ഒന്ന് നോക്കിക്കേ. ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായത്തിനകത്ത് 6 വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 29:6 വന്നാട്ടെ അച്ഛാ. വായിച്ചേ. ഷുഡബനരഗതുനി അതുരഗരഗദന വൈഡകരാജകൽക്കനാദി അംദൽക്കമനപരഗതുനി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബനപരഗദനാഗര. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. അച്ഛാ, നിങ്ങളുടെ കാലുകളെ കർത്താവ് എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? വെണ്ണ കൊണ്ടൊന്ന് കഴുകാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു തൈല നദി ഇന്ന് രാത്രി അഭിഷക്തന്റെ ജീവിതത്തിലേക്ക് ദൈവം അയക്കാൻ പോകുക. ഒരു തൈല നദി. ആ തൈല നദിക്കകത്തൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. ചില രോഗശക്തികളെ തുടച്ചു മാറ്റുന്ന, ആമേൻ, തുടച്ചു കളയുന്ന ഒരു തൈല നദിയാണ് ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ജീവിതത്തിലേക്ക് ദൈവം അയക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. കർത്താവേ, വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്യം കുറിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. കുടുംബത്തിനകത്ത് ഒരു തൈല നദി ദൈവം അയക്കാം. തൈല നദി അയക്കാൻ പോയി കുടുംബത്തിനകത്ത്. ശമനപരഗതുനി അതുരകരകതന ദൂരമനാരകൽക്കനാദി. ഒരു തൈല നദി ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ദൈവം അയക്കാൻ പോകുക. ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ആമേ സ്തോത്രം, ഒരു തൈല നദി അതിനകത്ത് ദൈവം ഈ ആമേ രാത്രി ദൈവം അതിനകത്ത് തുറന്നു വിട്ടിരിക്കുക. തൈല നദിയെ ആമേൻ. ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആമേൻ പാറയ്ക്കകത്ത് ഒളിപ്പിച്ചു വച്ച തൈല നദി. പ്രൈസ് ദി ലോർഡ്. പാറയ്ക്കകത്ത് ദൈവം അങ്ങനെയാ. പാറയ്ക്കകത്ത് അഭിഷത്തയെ പാറയ്ക്കകത്ത് കേട്ടോ രോഗിയാക്കി കിടത്തിക്കളയാൻ ശത്രു പരിശ്രമിക്കുമ്പോൾ ദൈവം പറയുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ആമേ കാലുകളെ എന്ത് ചെയ്യുന്നു? വെണ്ണ കൊണ്ട് കഴുകാൻ പോകുക. വെണ്ണ കൊണ്ട്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിലപിടിപ്പുള്ള പരിമള തൈലത്തെക്കാൾ വിലപിടിപ്പുള്ള ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെങ്കൽ ഭരണി എണ്ണയേക്കാൾ വിലപിടിപ്പുള്ള ആമേ വെണ്ണ കൊണ്ട് കാലുകളെ ദൈവം കഴുകാൻ പോകുക. സ്തോത്രം. ആമേ. എൻ്റെ കോമ്പൗണ്ടിൽ കാൽ ചവിട്ടിപ്പോകരുതെന്ന് പറഞ്ഞവരുടെ മുൻപിൽ
കാൽ ആമേൻ സ്തോത്രം വെണ്ണ കൊണ്ട് കഴുകാൻ പോകുക തമ്പുരാൻ. സ്തോത്രം. എൻ്റെ കോമ്പൗണ്ടിൽ കയറിപ്പോകരുത്. ആമേൻ സ്തോത്രം. എനിക്ക് നേരെ ഒരു വാക്ക് പോലും മിണ്ടരുതെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം പറയുന്നറിയാമോ? പാറ ആമേൻ എനിക്ക് തൈല നദികൾ എന്ത് ചെയ്തു? പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ശമനപരക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില വിടുതലുകൾ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ഇന്ന് രാത്രി വിടുതലുകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആരോഗ്യം കണ്ട് ആമേൻ അസൂയപ്പെടുന്ന ആരോഗ്യം കണ്ട്, യാത്രകൾ കണ്ട് ആമേൻ അസൂയാലുക്കൾ, ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രിയിൽ പൊരുതി നിൽക്കുന്നെങ്കിൽ ഈ രാത്രി തൈലനദി കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. ആ കുടുംബത്തിനകത്ത് തൈലനദി വ്യാപരിക്കട്ടെ. നടന്നു പോകുന്ന പാതകളിൽ തൈലനദി വ്യാപരിക്കട്ടെ. വാഹനത്തിൽ തൈലനദി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തൈലനദിക്കകത്ത് കുടുംബം ഇറങ്ങിച്ചെല്ലട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഈ രാത്രി കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടട്ടെ. തൈലനദികൾ പുറപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരു വൈദ്യനാണെങ്കിൽ ചിലപ്പോൾ 1-2 തുള്ളി തൈലമായിരിക്കും. പക്ഷെ ഇതല്ല, നദിയാക്കി തിരികാൻ പോകുക. നദിയാക്കി ഇതിനകത്തൂടെ നീന്തി കുളിക്കാൻ ഓരോ നിമിഷങ്ങളും തൈലത്തിൻ്റെ സുഗന്ധം, ഓരോ മിനിറ്റുകളും തൈലത്തിൻ്റെ സുഗന്ധം, ഓരോ സെക്കൻഡുകളും തൈലത്തിൻ്റെ സുഗന്ധം. എവിടെ പോയിട്ട് വന്നാലും എത്ര വിലപിടിപ്പുള്ള സ്പ്രേ അടിച്ചാലും ഈ തൈലത്തിൻ്റെ സുഗന്ധം ശരീരത്തിൽ നിറഞ്ഞു നിൽക്കും. എന്താ സാറേ? ശരീരത്തിൽ തൈലത്തിൻ്റെ സ്മെല്ലാണല്ലോ, നല്ല സുഗന്ധമാണല്ലോ. ഇത് ഈ ഭൂമിയിലെ തൈലമല്ല കേട്ടോ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തൈല നദി. ഇന്ന് രാത്രി ശിരസ്സു മുതൽ പാദം വരെ, പാദം മുതൽ ശിരസ്സു വരെ ഈ രാത്രി 206 അസ്ഥിയുടെ മേലും ദൈവത്തിൻ്റെ തൈല നദിക്കകത്തേക്ക് ഈ രാത്രി സ്വർഗം ഇറക്കി വിടാൻ പോകുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു അത്ഭുത സൗഖ്യം ശരീരങ്ങളിൽ വെളിപ്പെടുക ഇന്ന് രാത്രി. സ്തോത്രം. അത്ഭുത സൗഖ്യം. രാവിലെ എണീക്കുമ്പോൾ സ്തോത്രം. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഇന്ന് രാത്രി പറയുന്നു, ഇന്നലെ വരെ കിട്ടാത്ത സുഖം, ഇന്നലെ വരെ കിട്ടാത്ത സൗഖ്യം ഈ സമയം ഇന്ന് രാത്രി മുതൽ ശരീരത്തിൽ വ്യാപരിക്കുകയാ, കുടുംബത്തിൽ വ്യാപരിക്കുകയാ. അതിനകത്ത് കെട്ടി നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൂതീകരിച്ചു മാറ്റി. ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ രാത്രി കുടുംബത്തിലേക്ക് സ്വർഗം അയച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കൂ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം. നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ചു വന്ന വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ വാക്യം, ആമേൻ, 5-ാമത്തെ അധ്യായം 2-3 പഠിച്ചു. ആമേൻ. 78-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ പറയുന്നു, അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളിൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. സ്തോത്രം. ദൈവം കൊടുക്കുന്നതൊക്കെ ധാരാളമായി. സ്തോത്രം. ഹല്ലേലൂയ. ധാരാളമായി. ആമേൻ. സ്തോത്രം. ഏലിയാവ് കുടുംബത്തിലേക്ക് ചെന്ന് പറഞ്ഞു ഒരൊറ്റ കാര്യം, എനിക്ക് കുറേ വെള്ളം കൊണ്ടുവാ കുടിക്കാൻ, ദാഹിച്ചു വലഞ്ഞു വന്നിരിക്കുക. ചെറുത് പോരാ, വലിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവാ. ഇന്ന് രാത്രി ചെറുതല്ല വിഷയം, വലുത്. ചിലത് ദൈവാത്മാവ് ദൈവത്തിൻ്റെ പ്രവൃത്തി കുടുംബങ്ങളിൽ ചെയ്തെടുക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ തലമുറയിൽ അത് ദൈവം ചെയ്യും. ഈ തലമുറയിൽ ചെയ്യുമെന്നേ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ആരാധിക്കുന്ന ദൈവ പൈതലേ, ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ കുഞ്ഞെ, ഇന്ന് രാത്രി ആഴികളെ തുറക്കുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവം ഒന്ന് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നോക്കൂ, 114-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാക്ക് തൻ്റെ അഭിഷക്തൻ പറയുന്ന ഒരു ദൂത് 8-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ പാറയെ ജലതടാകവും തീങ്കല്ലിനെ നീരുറവും ആക്കിയിരിക്കുന്നു. സ്തോത്രം. പാറ എന്ത് ഇരിക്കുന്നു? ഒരു വലിയ തടാകമാക്കിയിരിക്കുക. സ്തോത്രം. പ്രതീക്ഷയില്ലാത്ത ഭാഗത്ത് ദൈവം ഒരു തടാകമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ജനത്തിൻ്റെ നടുവിൽ ദൈവം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. കാരണം ജനത്തെ കൊണ്ടുവന്ന ദൈവമാണ്. എന്നാൽ ഒരു വാക്യം കൂടെ നിങ്ങൾ നോക്കൂ. എഹെസ്കേലിൻ്റെ പുസ്തകം നിങ്ങൾ വരൂ. എഹെസ്കേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായത്തിലേക്ക് വരൂ. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 36-2. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി അന്ധകരാജകൽക്കനാദി. ഹല്ലേലൂയ. യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെ കുറിച്ച്
നന്നായി, പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശം ആയിരിക്കുന്നു എന്ന് പറയുന്നു. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 36-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പുരാതന ഗിരികൾ, ആമേൻ, നിങ്ങൾക്ക് കൈവശം ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. സ്തോത്രം. ഇന്നോ ഇന്നലെ അല്ല കേട്ടോ, ഇന്നോ ഇന്നലെ കൊണ്ട് പറഞ്ഞതല്ല, മുൻപേ ശത്രു പറയാൻ നിൽക്കുന്ന നാളുകളായി. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ തീരും, ഇല്ലേ പ്രൊഫസറെ? ഇല്ല, നടക്കത്തില്ല. ശത്രു എത്ര പറഞ്ഞാലും നിങ്ങളുടെ മുമ്പ് ഒന്ന് മുട്ടുകുത്തും. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. പലതും മുട്ടുകുത്തി കഴിഞ്ഞു. സ്തോത്രം. നോക്കിയേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെക്കുറിച്ച് നന്നായി, ആമേൻ, നന്നായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുരാതന ഗിരികൾ നിങ്ങൾക്ക് കൈവശം, ആമേൻ, ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പറയും ശത്രു, പറയും, ഇനി പറയും. ശത്രു അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ്റെ വായ ദൈവം തുറക്കാൻ പോകുകയാ. ഇന്നലെ വരെ ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. എങ്ങനെയെന്നറിയാം? പറഞ്ഞ കാര്യം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ദൂത പ്രവചനമാണ്. നോക്കിയേ, അതിൻ്റെ 1-ാമത്തെ വാക്യം, നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത്, ഇസ്രായേൽ, ആമേ, പർവ്വതങ്ങളെ യഹോവയുടെ വചനം കേൾപ്പീൻ. സ്തോത്രം പറ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേ, വിശുദ്ധ സഭായോഗത്തിനകത്ത് കയറി ചെല്ലുമ്പോൾ ഭയത്തോടെ ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. ആരാധന തീരുന്നതുവരെയ്ക്കും അതിനകത്ത് പുറത്തിറങ്ങരുത്. സ്തോത്രം. അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആരാധിക്കാൻ അകത്ത് കയറിക്കഴിഞ്ഞാൽ ആരാധന കഴിഞ്ഞ് ആശീർവാദം പറയാതെ പുറത്തിറങ്ങത്തില്ല. ഇന്നോ നിങ്ങൾ നിങ്ങളുടെ സഭയെക്കുറിച്ച് നോക്കൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന വായന കഴിയുമ്പോൾ ഒരു ബാച്ച് വെളിയിറങ്ങും. ആമേൻ. ആ വായന കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ അടുത്ത സ്തോത്ര കാഴ്ച ചെയ്യുമ്പോൾ ഒരു ബാച്ച് വെളിയിറങ്ങും. ആമേൻ. സ്തോത്ര കാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ സാക്ഷ്യത്തിന് ഒരു ബാച്ച് വെളിയിറങ്ങും. അടുത്ത സാക്ഷ്യം കഴിയുമ്പോൾ അടുത്ത മെസ്സേജ് സമയമാകുമ്പോൾ അടുത്ത ബാച്ച് വെളി. ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ചന്ത പോലെ ആയില്ലേ സഭ? അതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? നോക്കിക്കേ, 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും ദൈവജനം പഠിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശത്രു നിങ്ങളെക്കുറിച്ച്. ശത്രു പറഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അവൻ എന്തെല്ലാം പറഞ്ഞാലും ഈ രാത്രി നിന്റെ ജീവിതത്തിൽ തിന്മയല്ല ഭവിക്കാൻ പോകുന്നത്, നന്മ. ഗ്ലോറി ടു ഗാഡ്. നന്മ. അവ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്മ വരും. അവ എത്രത്തോളം ശപിക്കാൻ വാ തുറന്നാലും ഇന്ന് രാത്രി അത് നിനക്ക് വരത്തില്ല. കാരണം ശത്രുവിനില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. നിന്റെ തലയിൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പറയും, അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്ന് രാത്രിയിൽ സ്വർഗം പറയുന്നു, ഇല്ല, ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു പോകത്തില്ല, ഇതിനകത്ത് തന്നെ ഉണ്ട്. സ്തോത്രം. ശത്രു എന്നോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ആമേൻ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൊഫസർ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ, ആമേൻ, സ്തോത്രം, പറഞ്ഞതിനെല്ലാം ശത്രു വാഞ്ച് കെട്ടും. ആമേൻ. കേട്ടോ അഭിഷത്തെ? നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശത്രു എന്ത് ചെയ്തും? വാഞ്ചം കെട്ടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 1-2 കെട്ടൊന്നുമല്ല, ഒരു ഭയങ്കരമായിട്ട് 5-8 കെട്ട് ശത്രു കെട്ടും. പ്രൈസ് ദി ലോർഡ്. കാരണം അത്രമേൽ പറഞ്ഞു വച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ശത്രു എന്തെങ്കിലും പ്രാപിച്ചെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവപൈതലേ, ഈ കർത്താവിനെ അറിഞ്ഞ ശേഷം നമുക്ക് വന്നിട്ടുള്ള വേദനകൾ ചെറുതല്ല, വലിയ വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സ്തോത്രം. പക്ഷേ ഇതിനകത്ത് ദൈവത്തിൻ്റെ വചനം, ആവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടും. 1-ാം അധ്യായത്തിൻ്റെ ആമേൻ 5ഉം 6ഉം വാക്യത്തിലേക്ക് വരുന്നു. 5ഉം 6ഉം വാക്യം അവിടെ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. വായിച്ചോളൂ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5ഉം 6ഉം വാക്യം.
യോർദാൻ അക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ ന്യായപ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ, ഹോറേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ പാർത്തത് മതി. ഇവിടെ ഇരുന്നതൊക്കെ മതി, ഇത്രയും സമയം നിങ്ങൾ ഇരുന്നതെല്ലാം മതി, ഇത്രയും നാൾ നിങ്ങൾ ഇവിടെ ഇരുന്നില്ലേ, പ്രൈസ് ദി ലോർഡ്. ഇനി മതി. നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ് യാത്ര പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ഒരു യാത്ര പുറപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? തിരിഞ്ഞ് യാത്ര ചെയ്ത് അമോന്യരുടെ പർവ്വതത്തിലേക്കും അതിൻ്റെ അയൽ പ്രദേശങ്ങളിലേക്കും, പ്രൈസ് ദി ലോർഡ്, പ്രദേശങ്ങളായ സ്തോത്രം, ആ മലനാട്ടിലേക്ക്, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എന്ത് ചെയ്യണം? യാത്ര പുറപ്പെടണം. താഴ്വീതി, തെക്കേ ദേശം, കടൽക്കര. കേട്ടോ സരിത സിസ്റ്ററെ, യാത്ര പുറപ്പെടണം. ഒരു ഭയങ്കര യാത്ര മുമ്പിൽ വന്നിരിക്കുക, പുറപ്പെടണം. രാജ്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. കടലിൻ്റെ കരയിൽ കൂടെയൊക്കെ തന്നെ പുറത്തുകൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യണം. സ്തോത്രം. യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുക. പക്ഷെ എന്ത് ചെയ്യണം? ഈ ദേശത്തിൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അത് ശക്തമായി ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം. ശത്രു ഭയങ്കരമായിട്ട് പടപെട്ടും. സ്തോത്രം. വായിച്ചേ, അതിൻ്റെ 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. തിരിഞ്ഞു യാത്ര ചെയ്ത് അമോര്യരുടെ പർവ്വതത്തിലേക്കും അതിന്റെ അയൽ പ്രദേശങ്ങളായ അരാബ മലനാട്, താഴ്വീതി, തെക്കേ ദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാനി ദേശത്തേക്കും ലെബോനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവിൻ. ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്നു യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവരുടെ സന്തതിക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവിൻ. നാളുകളായി പറഞ്ഞിട്ട് കൈവശമാക്കാൻ ഇറങ്ങണം. ഇനി ഇരിക്കാനുള്ള ദിവസമല്ല, ഇറങ്ങണം. സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം, തിരിഞ്ഞു പോകണം, തിരിയണം. ഇവിടെ ഇരുന്നിട്ട് മതി, ഇനി ഇവിടെ ഇരുന്നതൊക്കെ മതി. ഈ പർവ്വതത്തിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ച നിങ്ങൾ ഈ പർവ്വതത്തിൽ നിന്ന് എന്ത് ചെയ്യണം? പാർത്തത് മതി. സ്തോത്രം. ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട് ദൈവം പറിച്ചു മാറ്റും. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കുടുംബമായിട്ട് പറിച്ച് നടും. ഷാജി പാസ്റ്റർ മരിച്ചു പോയാലും സംഭവിക്കും കേട്ടോ, മരിച്ചാലും ഇത് സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്ന ദൂതല്ല, ഈ സ്വർഗ്ഗം എന്നോട് നാൾ കൂടെ പറയുക. എന്തെങ്കിലും തന്ന എൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ആമേൻ. ഈ തലമുറയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സ്വർഗ്ഗം വചനപ്രകാരം തെളിവ് തരികയാണ്. ആമേൻ. ഹല്ലേലൂയ. അയ്യോ ദൂത് പറഞ്ഞ അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ വണ്ടി ഓർത്തി മരിച്ചു പോയാലും നടക്കത്തില്ല. ഇത് ഞാൻ പറഞ്ഞതല്ലത്, സ്വർഗ്ഗം പറയുക. ആമേൻ. ഇതിലെന്തെങ്കിലും ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെന്തെങ്കിലും നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം തരുന്ന ഗിഫ്റ്റാണ് ദൂത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഇറങ്ങി നിൽക്കണം. തൈല നദിക്കകത്ത് ഇറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്തൊന്ന് ഇറങ്ങണം. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ മൈക്ക് തന്നാൽ കർത്താവ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 1000 കാര്യങ്ങളാണ് പറയാൻ. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, അഭിഷേകത്തെ ഇറങ്ങേണ്ട സമയമായി. സ്തോത്രം. ഹല്ലേലൂയ. ശബനവരകധുനി വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ. നോയിക്കേ, ആ കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഏകനായി നിങ്ങളെ വഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ദൈവം പറയുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇതാ നിങ്ങൾ ഇന്ന്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ചില മേഖലയിൽ മാത്രമല്ല, ചില ദേശത്ത് മാത്രമല്ല, ചില രാജ്യത്ത് മാത്രമല്ല, ദൈവം ചില പട്ടണങ്ങളിൽ മാത്രമല്ല, ദൈവം ചില മേഖലയ്ക്കകത്ത്, ചില മണ്ഡലങ്ങളിൽ ദൈവം വിശാലമാക്കി ദൈവം തീർക്കുമെന്ന് ജനത്തോട് പറഞ്ഞെങ്കിൽ ആ ദൂത് അന്നത്തെ പിതാക്കന്മാർക്ക് പറഞ്ഞ ദൂതല്ല, ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞ ദൂതാ. ഹല്ലേലൂയ. അന്ന് പറഞ്ഞ ദൂത് അന്ന് പിതാക്കന്മാർക്ക് പറഞ്ഞ ദൂതല്ല, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് പറഞ്ഞ ദൂതാണ്. ഈ ദൂതിനകത്ത് ഒന്ന് ഇറങ്ങി നിന്നാൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകത്തെ പ്രാർത്ഥിച്ചോ?
ആമേൻ.